അപ്പോൾ ഇത് ഇന്നത്തെ സ്പെഷ്യൽ കടലക്കറി ആട്ടോ. അപ്പത്തിനോ പിന്നെ ചപ്പാത്തിക്കോ ചോറിനോ ദോശയ്ക്കോ പുട്ടിനോ എന്തിനും ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല വറുത്തരച്ച അടിപൊളി കടലക്കറി. അതും ഏറ്റവും വേഗത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ. കടലക്കറി ഉണ്ടാക്കാനായിട്ട് നമ്മളിതുപോലെ ഈ കടലയുണ്ടല്ലോ, നാടൻ കടല തലേ ദിവസമേ വെള്ളത്തിലിട്ട് കുതിർത്തായത്. ഒരു 7-8 മണിക്കൂർ കുതിർത്താൽ മതി. നല്ല കറക്റ്റായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടലക്കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഒരു കുക്കറിൽ ഒരേ നേരമാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അതായത് പിന്നെ കടല വേവിച്ചിട്ട് പിന്നെ വേവിച്ച് വഴറ്റിയൊന്നും എടുക്കണ്ട, പൊടിയൊന്നും ഇടണ്ട. ഒറ്റ ഇതിലാണ് നമ്മളിത് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ഇതുപോലെ കുറച്ച് പച്ചമുളക് എടുക്കാം, സവാള ഒരു 1-2 സവാള. ഞാനിപ്പോൾ കടല കുറച്ചുള്ളതുകൊണ്ട് കുറച്ച് ഐറ്റംസ് എടുത്തത്. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. നമുക്ക് വേണമെങ്കിൽ ഒരു തക്കാളിയും കൂടി ഇടാം. ഞാൻ തക്കാളി ഇടുന്നില്ല. ഇതിലേക്കുള്ള പൊടികൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഗരം മസാല, മുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇത്രയും പൊടികളാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. 2 ഏലക്ക ചതച്ചതും കൂടി ഇടാം. അപ്പോൾ ആ കടലക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ കുക്കറിൽ തന്നെയാണ് നമ്മൾ ഈ കടലക്കറി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കുക്കർ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം ചൂടായി വരുമ്പോൾ. അപ്പോൾ നമ്മൾ കുക്കർ അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട്, കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്ക ഇടാം. ഇനി ഈ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇങ്ങനെ ഒന്ന് കടലക്കറി വെച്ച് നോക്കാം. നല്ല ടേസ്റ്റ്. നമ്മുടെ നാടൻ കടലക്കറി അതേ ആ ടേസ്റ്റിൽ കിട്ടും. പെട്ടെന്നാണ്, എളുപ്പമായിരിക്കും. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും വരത്തില്ല. ഭയങ്കരമായിട്ടുള്ള സ്വാദായിരിക്കും ഇത്. ഇത് വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ഇതിനകത്തോട്ട് ചേർക്കാം. ഇതിലേക്ക് ഇട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ല മണം വരും. ആ മണം വരുന്ന സമയം വരെ നമ്മളിത് വഴറ്റിയെടുക്കണം. നല്ല മണം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് വഴറ്റാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കടല വെള്ളമില്ലാതെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. വഴറ്റി ചേർക്കാം. ഇതിനുശേഷം കടല മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് ഇത് ഒരു 6-7 വിസിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്ത് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് കുറച്ച് കടുക് വറുത്തും കൂടി ഇടാം. തേങ്ങക്കൊത്ത് ഇടണം കേട്ടോ. തേങ്ങക്കൊത്ത് ഈ നാടൻ കടലക്കറിയുടെ ഒരു എന്താ പറയുക, ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. തേങ്ങക്കൊത്തൊക്കെ ഇട്ട് മസാലയുടെ ആ മണോ ഇറച്ചിക്കറിയുടെ ആ മണോ ഉള്ള ഞങ്ങളുടെ വല്യമ്മച്ചി വയ്ക്കുന്ന അതേ കടലക്കറി വയ്ക്കാനാണ് എൻ്റെ ഇപ്പോഴത്തെ പ്ലാന്. ഞാൻ അതൊക്കെ കല്ലിലരിക്കുന്നതുകൊണ്ടായിരിക്കും ഒരു പ്രത്യേക മണമായിരുന്നു അതിന്. അപ്പോൾ അതുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞ കടലക്കറിക്ക് മസാലയൊക്കെ അരയ്ക്കുമ്പോഴത്തേ ആ മസാല ഇട്ട് വഴറ്റുമ്പോഴത്തേയൊക്കെ മണം നമ്മളിങ്ങനെ റോഡിൽ വരുമ്പോൾ വന്നിട്ട് വീട്ടിലേക്കുള്ള ആ സ്റ്റെപ്പ് കയറുമ്പോഴേ അങ്ങ് മറിയാം. അത്ര മണമായിരിക്കുമായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റി തേങ്ങാക്കൊത്ത് നല്ലതായിട്ട് മൂക്കണം. കറിവേപ്പില പിന്നെ ഉള്ളി ഒന്നുപോലെ വഴറ്റി ഇതിനകത്തോട്ട് ചേർക്കാം. മല്ലിനാല് ഗ്രാൻഡ് കടലക്കറി റെഡിയാകും. നമുക്കിനി ഇത് കറിയിലേക്ക് ഒഴിക്കാം. കടലക്കറി റെഡി. അതും നല്ല നാടൻ കടലക്കറി. നമ്മളിതുപോലെ ഒരു പാത്രത്തിലോട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് കടലക്കറി ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. അറിയാൻ വയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്